ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടക്കുന്നത് എന്താണ്? എന്തിനു വേണ്ടിയാണ് അവര് സമരം നടത്തുന്നത്? 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ലീക്കായി. അതും 3 വർഷത്തിൽ 2 പ്രാവശ്യം. അതും പുറലോകം അറിഞ്ഞത് ഒരു അധ്യാപകൻ കണ്ടുപിടിച്ച് അത് പ്രശ്നമാക്കിയതുകൊണ്ട് മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായതറിഞ്ഞ് ഏകദേശം 21 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയോ സർക്കാരോ ഈ മരിച്ച കുട്ടികളെ വീട്ടിൽ പോയി അവരൊക്കെ സമാധാനപ്പെടുത്തുകയോ നഷ്ടപരിഹാരം കൊടുക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സംഘടന നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിവുകെട്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മപ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്ന സമരം. ഇപ്പൊ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോനം വാങ്ചുക് എന്ന് പറയുന്ന എഞ്ചിനീയറും പരിസ്ഥിതി പ്രവർത്തനവുമായ പുള്ളിക്കാരനും ഇതിന്റെ കൂടെ ജോയിൻ ചെയ്തു. പുള്ളിക്കാരൻ ഹണ്ടർ സ്ട്രൈക്കുമായിട്ടാണ് ജോയിൻ ചെയ്തത്. ഏകദേശം 18 ദിവസത്തോളം അദ്ദേഹം നിരാഹാരം കിടന്നു. ആ നിരാഹാരം കിടന്നിട്ട് പുള്ളിക്കാരുടെ 89ഓളം കിലോ കുറഞ്ഞ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ കോടതി ഇടപെട്ടിട്ട് സർക്കാരിനോട് പറഞ്ഞു പുള്ളിനെ ആശുപത്രിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇത് കേട്ട സർക്കാർ യൂണിഫോം പോലും ഇല്ലാത്ത പോലീസുകാരെയും കൊണ്ടുവന്ന് പുള്ളിക്കാരനെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് വലിച്ചുകൊണ്ടാണ് പോയത്. ഇത്രയും ദിവസം പീസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമരം പിന്നെ പതിയെ അക്രമാസക്തമായി തുടങ്ങി. പോലീസ് തന്നെ വണ്ടികളൊക്കെ ഗ്ലാസുകളൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന കാഴ്ചകളുണ്ടായിരുന്നു. അതായത് സമരം ക്രമാസക്തമാണെന്ന് കാണിച്ചിട്ട് അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരെ ഭാഗത്തുനിന്നുണ്ടായത്. ഗവൺമെന്റിന്റെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് അവർക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരും രാജ്യദ്രോഹികളും പാകിസ്ഥാൻകാരും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാ വിദ്യാർത്ഥികളും പാകിസ്ഥാൻകാരാണ്. അപ്പൊ നമുക്ക് തന്നെ പറഞ്ഞൂടെ, നമുക്ക് അതിൽ പങ്കില്ല, നമ്മളൊരു സ്റ്റോറിയാ റീലായിട്ട് എന്തൊരു കാര്യമല്ല മാറാൻ പോണ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അസുഖം ഒന്ന് ചാവാറായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ കള്ളപ്പേപ്പർ മോട്ടിച്ച് പരീക്ഷ എഴുതി ജയിച്ച ഒരു ഡോക്ടർ വന്ന് നിങ്ങളെ മുമ്പിൽ വന്ന് നിന്നാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റാത്ത ഒരു സർക്കാരിന് എന്തിനാണ്? അപ്പൊ നമ്മൾ ഒരു സ്റ്റോറി ആയാലും ഒരു റീലായാലും ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരിലോട്ട് എത്താൻ അത് സഹായിക്കുന്നു. ഇപ്പൊ പഴയതുപോലെ വാർത്താ ചാനലിൽ കള്ളവാർത്തോടുത്ത് ആൾക്കാരെ പറ്റിക്കാനൊന്നും പറ്റൂല. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അങ്ങനെ പല പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമുക്ക് സത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മാക്സിമം ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിൽ എത്തിച്ച് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അവരെ അറിയിക്കാൻ നമുക്കൊന്ന് പറ്റും. അപ്പൊ മാക്സിമം എല്ലാവരും പ്രതികരിക്കുക. അത്രേ ഉള്ളൂ.